മെക്കോങ് ഡെൽറ്റ ഹോച്ചിമിൻ സിറ്റിയുടെ അടുത്തു തന്നെയുള്ള മെക്കോങ് ഡെൽറ്റയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 178 കിലോമീറ്ററോളം ദൂരമുണ്ട് മെക്കോങ് റിവർ ഡെൽറ്റയിലേക്ക്. ഒരു 3.5-4 മണിക്കൂർ യാത്രയുണ്ട് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന്. രാവിലെ 7:30 ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നിറങ്ങി ടൂർ ഏജൻസ് വഴിയാണ് മെക്കോങ് ഡെൽറ്റയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൂർ ഏജൻസിയുടെ വക വണ്ടിയിലാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മളെ മെക്കോങ് ഡെൽറ്റയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഗൈഡ് മെക്കോങ് ഡെൽറ്റയെക്കുറിച്ചും കൂടാതെ നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എങ്ങോട്ടൊക്കെയാണ് പോകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വിവരണമാണ് നമുക്ക് നൽകുന്നത്. പുറത്തെ കാഴ്ചകൾ ആ റിവറിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ അവൻ്റെ ആ പോയിന്റിലേക്ക് എത്തിച്ചേരും. വണ്ടി തിരിച്ച് അവിടെ ഇറങ്ങേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് മെക്കോങ് ഡെൽറ്റയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവരെയും ആ കാഴ്ചകളിലേക്ക് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി നമ്മൾ ബോട്ടിലാണ് മെക്കോങ് ഡെൽറ്റയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ബോട്ടിൽ കയറാനുള്ള ഒരു ബോട്ടിംഗ് സ്റ്റേഷൻ പോലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാം. ഇവിടെ ടോയ്ലറ്റ്സ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അങ്ങോട്ട് പോകാം. അതല്ല നമുക്ക് കോഫി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരുപാട് സാധനങ്ങൾ ഇവിടെയും ഷോപ്പ് ചെയ്യാനായിട്ടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വിയറ്റ്നാമീസ് രീതിയിലുള്ള ഓരോ മാല, വള അതൊക്കെയാണ് കൂടുതലും കണ്ടത്. പിന്നെ വാച്ചുകളുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ സ്മൂത്തിയും കരിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കാൻ ഒരു സ്മൂത്തിയും വാങ്ങി ബോട്ടിലേക്ക് നടക്കുവാണ്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നോക്കിയാൽ നല്ല കുട പോലെയൊക്കെ നല്ല അലങ്കരിച്ച് വെച്ച് നല്ല ഭംഗിയായിട്ടാണ് ഈ ആട് നിൽക്കുന്നത്. ഇവിടെ വീക്കെൻഡ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ബോട്ടിങ് കാണാനും ബോട്ട് കയറി പലയിടത്തേക്ക് പോകാനും ഒക്കെ ആയിട്ട് വരുമെന്നാണ് ഇപ്പോൾ ഗൈഡ് പറയുന്നത്. ഇന്നിപ്പോൾ ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അപ്പോൾ നമുക്ക് മെക്കോങ് ഡെൽറ്റയിലേക്ക് പോവാം. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച ഒരു പന്തലൊക്കെ ഉണ്ട്. അതുമേലെ നിറയെ ചെടികളൊക്കെ ഇങ്ങനെ ബൊഗൺവില്ല ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതിലെ വഴിയിലൂടെയാണ് ഈ ബോട്ടിലേക്ക് പോകുന്നത്. സാധാ ബോട്ടുകൾ മാത്രമല്ല, ലക്ഷറി ബോട്ടുകളും 15 ദിവസത്തോളം യാത്ര നടത്തുന്ന തായ്ലൻഡ് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 15 ദിവസം കൊണ്ട് ഹനോയിലെത്തുന്ന ബോട്ടുകളും ഒക്കെയുള്ള യാർഡാണ് കേട്ടോ ഇത്. ആ യാത്രകളും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മെക്കോങ് ഡെൽറ്റയിലെ 4 ദ്വീപുകളിലേക്കാണ് ഈ യാത്ര. ഏകദേശം 18ഓളം പേര് ഈ സംഘത്തിലുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ചൈനയിൽ നിന്ന് 2 ഫാമിലിയുണ്ട്. പിന്നെ കാനഡയിൽ നിന്ന് 3-4 ബോയ്സ് ഉണ്ട്. പിന്നെ റഷ്യയിൽ നിന്നൊരു ഫാമിലിയുണ്ട്. വല്ലാതെ ഒരു ലേഡി ഒറ്റയ്ക്ക് റഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ 18ഓളം അംഗങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കോങ് ഡെൽറ്റയിലെ 4 ഐലൻഡുകളാണുള്ളത്. യൂണിക്കോൺ ഐലൻഡ്, ഡ്രാഗൺ ഐലൻഡ്, പിയോണിക്സ് ഐലൻഡ്, ടൊറട്ടൈൽ ഐലൻഡ്. ഇങ്ങനെ 4 ഐലൻഡുകളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടൂറ് നടത്തുന്നത് നമ്മൾ. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ബോട്ടുകൾ ഇവിടെ സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്നിടത്തുള്ള ബോട്ടുകളുണ്ട്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം മുൻവശത്ത് നിന്നാണ് ഈ ബോട്ടുകളിലേക്ക് കയറുന്നത്. നമ്മുടെ നാട്ടിൽ സൈഡിൽ നിന്നല്ലേ കയറുന്നത്. ഇത് സൈഡിൽ നിന്നുള്ള എൻട്രൻസ് ഇല്ല. പകരം മുൻവശത്ത് നിന്നാണ് ഈ ബോട്ടുകളിലേക്ക് കയറാൻ ഇവിടെ എൻട്രൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുന്നേ പോകുന്നത് ചൈനീസ് ഫാമിലിയാണ് കേട്ടോ. ചൈനയിൽ നിന്നുള്ളവരാണ്. അവരൊരു 3 പേര് ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. പോകുന്നത് ഗൈഡും ബോട്ടിൻ്റെ സ്രാഗെന്ന് പറയത്തില്ല, ബോട്ടിൻ്റെ ഡ്രൈവറാണ്.
ഇവർ കാനഡയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. 4 ബോയ്സ് ഉണ്ട്. ഇവർ കാനഡക്കാരാണ്. ഇവരോടെല്ലാം സംസാരിച്ചിരുന്നു ഞാൻ കേട്ടോ. ഈ വരുന്നതും ഒരു ചൈനീസ് ഫാമിലിയാണ്. അവർ അമ്മയും അച്ഛനും 2 പെൺമക്കളും ഉണ്ട്. അല്ലാതൊരു ഫാമിലി ഉണ്ട്. അവർ റഷ്യയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. കൂട്ടത്തിൽ ഞങ്ങളും അതിലേക്ക് കയറുകയാണ്. ഇക്കൂട്ടത്തിലൊരു മലയാളി വംശജനുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇവരെല്ലാവരും ബോട്ടിലേക്ക് കയറി. അപ്പോൾ എല്ലാവരുടെയും സീറ്റിൽ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സെക്യൂറായിട്ട് തന്നെയാണ് യാത്ര. അപ്പോൾ നമുക്ക് അതിലുള്ള കാഴ്ചകളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് കാണാം. ഏകദേശം നമ്മുടെ വേമ്പനാട്ട് കായൽ പോലെയൊക്കെ കണ്ടാൽ തോന്നുന്നുണ്ട്. സംഭവം നദിയാണ്, കായലല്ല. ദാ ഈ കാണുന്നതാണ് വൈറ്റ് ഒരു ബോട്ട് കണ്ടോ നമ്മൾ മുമ്പിൽ കിടക്കുന്നത്. അതാണ് വിക്കിംഗ് ടോൺലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആഡംബര ബോട്ടെന്ന് പറയും. അതായത് ഈ മെക്കോൺ റിവറിലേക്ക് മാത്രം സഞ്ചാരം നടത്തുന്ന ഒരു ക്രൂയിസാണത്. അത് ഷിപ്പ് പോലെ എന്നാൽ അത്ര ഷിപ്പിൻ്റെ എത്തില്ല. 80 ആളുകൾ ഉൾക്കൊള്ളുന്ന ലക്ഷറി ബോട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രൂയിസാണ് സംഭവം. ഇത് 15 ദിവസത്തോളം എടുത്താണ് ഇത് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ബോട്ട് പോകുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് അതും യാത്ര ആരംഭിക്കുന്നത്. ഈ പറഞ്ഞ കക്ഷിയാണ്, ഈ മുമ്പിൽ ഇരിക്കുന്ന കക്ഷിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ മലയാളി വംശജൻ. കക്ഷി മലയാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇവിടുന്ന് US പോയി സെറ്റിലായവരാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ വന്നിട്ടൊന്നുമില്ല. മലയാളമൊന്നും അറിയില്ല, പക്ഷെ മലയാളം പടങ്ങളൊക്കെ കാണും. കുര്യാക്കോസ് എന്നാണ് പുള്ളിയുടെ പേര്. കണ്ടപ്പോഴേ എനിക്കൊരു ഇന്ത്യൻ വംശജനാണെന്ന് തോന്നിയിരുന്നു. US നിന്നാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പേര് ചോദിച്ചപ്പോൾ, പേര് കേട്ടപ്പോൾ ഞാൻ മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു. പക്ഷേ പുള്ളി കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മലയാളമൊന്നും പുള്ളിക്ക് അറിയില്ല. നമ്മൾ മലയാളം സംസാരിച്ചാലൊന്നും പുള്ളിക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയാം പുള്ളിക്ക്. അപ്പം അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. സംഭവം ഈ പറയുന്നത് മെക്കോൺ റിവർ എന്ന് പറയുന്നത് ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ. ഒരു 5 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണിത്. ഏറ്റവും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിയറ്റ്നാമിലാണല്ലോ ഈ നദി നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഒഴുകുന്നത് ചൈന, സൗത്തേൺ ചൈന, അതിനു മുമ്പ് ടിബറ്റ്, ബർമ്മ, തായ്ലൻഡ്, ലാവോസ്, ഇതിലൂടെയൊക്കെ ഒഴുകി ഈ വിയറ്റ്നാമിലൂടെ സൗത്ത് ചൈന സീയിൽ പോയി പതിക്കുന്ന 4350 കിലോമീറ്ററോളം ഒഴുകുന്നൊരു നദിയാണ് കേട്ടോ ഇത്. ലോങ്ങസ്റ്റ് റിവർ ഇൻ സൗത്ത് ഏഷ്യ എന്നറിയപ്പെടുന്ന നദിയും കൂടെയാണ്. അപ്പോൾ ഇത് കംബോഡിയ വഴിയും വിയറ്റ്നാം വഴി, അതായത് കംബോഡിയയുടെ തലസ്ഥാനവും ലാവോസിൻ്റെ തലസ്ഥാനവും ഇതിൻ്റെ കരയിലാണ്. അതായത് ഇത് അതിലൂടെ കൂടിയാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഐലൻഡിലേക്ക് ഇറങ്ങുവാണ്. യൂണിക്കോൺ ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഓരോരുത്തരായി ആ കരയിലോട്ട് ഇറങ്ങി ആ പാലം വഴി നടന്ന് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ നമ്മൾ പോവാണ്. ഈ യൂണിക്കോൺ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളത് ഈ ബീ ഫാമിലാണ്. ബീ ഫാം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനീച്ച വളർത്തൽ കേന്ദ്രമാണ്. ഇത് നമ്മൾ വന്ന പോലെ വേറെ ബോട്ടുകളും ആളുകളെയും ഇങ്ങോട്ട് വരുന്നുണ്ട്. കരയിൽ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വേമ്പനാട്ട് കായലിലെ സൈഡുള്ള ഐലൻഡുകൾ പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നതും. ഇവിടുത്തെ തെങ്ങും ഇതൊക്കെ കണ്ടാൽ അതാണെന്ന് തോന്നുള്ളൂ. അതുപോലെ തന്നെ കരയോട് ബന്ധിപ്പിച്ച പോലെ നീളത്തിലുള്ളൊരു പാലവും ഇപ്പോൾ എടുത്ത് പണി കഴിച്ചതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പതുക്കെ ഐലൻഡിലേക്ക് ഇറങ്ങുവാണ്. എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോം കയറി പോകുന്നത് ഒരു ഫാമിലേക്ക് തന്നെ, അതായത് ഒരു ബീ ഫാമാണ്. ബീ ഫാം എന്ന് പറഞ്ഞാൽ അത് ഹണി ബീ വളർത്തുന്ന ഫാം കൂടാതെ തന്നെ ഓറഞ്ച്, നമ്മുടെ കമ്പിളിമൂസ് നാരങ്ങയില്ലേ, കമ്പിളിമൂസ് നാരങ്ങ എന്ന് പറയുന്ന നാരങ്ങയുടെ അത് ഇവിടങ്ങളിൽ ഒരുപാട് ഫ്രൂട്ട്സായിട്ട് ഇതാക്കുന്നുണ്ട്. അതിൻ്റെ കൃഷിയുണ്ട്. പിന്നെ വാഴ കൃഷിയുണ്ട്. ഇഷ്ടംപോലെ പൂച്ചെടികളുണ്ട്. കാരണം ബീ ഫാം ആയതുകൊണ്ട് തന്നെ തേനീച്ചകൾക്ക്
ഇത് തേനെടുക്കാനായിട്ട് ഇഷ്ടം പോലെ പൂവൊക്കെ വളർത്തുന്ന നല്ല ഭംഗിയുള്ള നല്ല ഫാമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇനി കാണാൻ പോണ പൂരം ഞാൻ പറഞ്ഞയക്കുന്നത് നമുക്ക് വഴിയേ കാണാം. ഇതുപോലെ സഞ്ചാരികൾക്ക് വേണ്ടി തന്നെ അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇതിനിടയ്ക്ക് കാപ്പി കൃഷിയുണ്ട്, അല്ലാതെ ഗാർഡൻ പോലെ പൂന്തോട്ടങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കമ്പിളി മൂസ് നാരങ്ങയുടെ മരമുണ്ട്, അല്ലാതെ പലതരം ഫ്രൂട്ട്സും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന മിക്ക ചെടികളും ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ താഴെ ഇടയിൽ കൂടെയുള്ള ചെറിയൊരു വഴിയിലൂടെ നമ്മൾ കടക്കുന്ന ആ നടപ്പ് തന്നെ വളരെ നമുക്ക് മനസ്സിന് വല്ല ഇത് തോന്നുന്നു. അപ്പോൾ പോണ വഴിക്കെല്ലാം ഇതുപോലെ തേനീച്ചകളുടെ പെട്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലെല്ലാം തേനീച്ചയുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബീ ഫാമിംഗ് ആണ്. അതുകൂടാതെ സീസണൽ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ഇതിപ്പോൾ ഏതാണ് സീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിക്കാനും പറ്റും. ഇപ്പോൾ ഇതൊക്കെ വിളഞ്ഞു തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ചുകളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഓറഞ്ച് മരമുണ്ട്, സപ്പോട്ട മരമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ നമ്മുടെ ചെത്തി ചെമ്പരത്തി പോലുള്ളതൊക്കെ ഇടവിള പോലെ നട്ടിട്ടുണ്ട്. മാങ്കോസ്റ്റീനുണ്ട്, പക്ഷെ അതിപ്പോൾ കായ്ച്ചിട്ടില്ല. ഇത് സീസൺ അനുസരിച്ച് ഇത് ഓരോന്നും കായ്ക്കാൻ തുടങ്ങും. അതനുസരിച്ച് അവർ വിൽപ്പനയും നടത്തും. അപ്പോൾ ഈ ഫ്രൂട്ട്സുകളൊക്കെ ആസ്വദിക്കാനും വാങ്ങാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത ബീ ഫാമാണെന്ന് മാത്രം, ഹണി ബീ ആണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കിയത് നമ്മുടെ ചെത്തിയും നമ്മുടെ നാട്ടിലുള്ള തരം ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ശബരിക്കുട്ടന് നല്ല കൗതുകം, എൻ്റെ മകന് നല്ല കൗതുകം, ഇതേതാണ് ചെടി എന്നൊക്കെ പോയി നോക്കുന്നുണ്ട് അവൻ. നമ്മുടെ നാട്ടിലുള്ളതാണോ, നമ്മുടെ നാട്ടിലുള്ള പത്നിച്ചമതയായിട്ട് നല്ല സാമ്യമുണ്ട് അതിൻ്റെ പൂവെന്നും പറഞ്ഞ് പോയി നോക്കിയതാണ്. പക്ഷെ മുള്ളില്ല അത്ര. ഇനി എന്ത് ചെടിയാണെന്ന് അറിയില്ല. പത്നിച്ചമതയ്ക്ക് മുള്ളുണ്ടല്ലോ. അപ്പോൾ അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെമ്പരത്തികളും ചെത്തികളും ഇഷ്ടംപോലെ നട്ടു വെച്ചപ്പോൾ വെയിൽ മഴയൊന്നും കൊള്ളാതിരിക്കാൻ ചെറിയ പന്തൽ പോലെയൊക്കെ ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ ബോട്ടിൽ വന്നവരായിരിക്കണം, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ ഗൈഡ് മുന്നോട്ട് പോയതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ നമ്മളും പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടോ, മുമ്പിൽ ഒരു തോട് പോലെയൊക്കെ, ഇതൊരു ജലസേചനത്തിൻ്റെ തോട് കീറി ആ റിവറിൽ നിന്നുള്ള കൈവരി തോടുകളായിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയുള്ള വെള്ളമായിരിക്കണം. അപ്പോൾ അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിറയെ മരങ്ങളുണ്ട്. എല്ലാം ഇതൊക്കെ തന്നെ, ഓറഞ്ച്, കമ്പിളി മൂസ് ഇടകലർത്തി നട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് അത് മാത്രമേ കാണുന്നുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ പൂവിൽ നിന്നുമൊക്കെ ആയിരിക്കും ഈ ഹണി ബീ തേലെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ തേനട അടർത്തി തേനെടുക്കുന്ന ഒരു മെഷീനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആരെയും കാണുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ ഉണ്ടാവാം. എന്താണെന്ന് മുന്നോട്ട് പോയി നോക്കാം. ഈ മെക്കോൺ ഡെൽറ്റയിലെ ഈ ഐലൻഡുകളുടെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ 1954 ജനീവ കോൺഫറൻസിന് ശേഷം ഈ വിയറ്റ്നാമിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടായിരുന്നു. ദക്ഷിണ വിയറ്റ്നാമെന്നും ഉത്തര വിയറ്റ്നാമെന്നും നോർത്ത് വിയറ്റ്നാമെന്നും സൗത്ത് വിയറ്റ്നാമെന്നും തിരിച്ചാണ് ഇത് അറിയപ്പെട്ടത്. അപ്പോൾ അതിൽപ്പെട്ട ദക്ഷിണ വിയറ്റ്നാമിൽ പെട്ടതാണ് ഇപ്പോൾ ഈ മെക്കോൺ ഡെൽറ്റ. പിന്നീട് 1975 ഇത് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു വലിയ സമരമൊക്കെ നടന്ന സ്ഥലമാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫാമിംഗ് ആണ് കൂടുതലും അവർ നമുക്ക് കാണിച്ചു തരുന്നതൊക്കെ. പിന്നെ ഗൈഡ് കുറേ കാര്യങ്ങളൊക്കെ വിവരിച്ച് തന്നായിരുന്നു. ഇവിടെയുള്ളവർ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങളെക്കുറിച്ച്. കാരണം ഇത് സൗത്ത് വിയറ്റ്നാമും US തമ്മിൽ, നോർത്ത് വിയറ്റ്നാമിലെ ആൾക്കാർ ഇവിടെ വന്ന് സൗത്ത് വിയറ്റ്നാമിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ US ആർമിയായിട്ട് യുദ്ധം ചെയ്ത കാലത്ത് ഇവിടെ ഉള്ളവർ ഒരുപാട് പേര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ ഉള്ളവർ ഒരുപാട് പേര് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നൊക്കെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് പിന്നീട് ജീവിതം തിരിച്ചു പിടിച്ചവരാണ് ഇവിടെ എല്ലാം. അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതായിരുന്നു, ഇവിടെ ഉള്ളവരൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടായിരിക്കും
എത്ര കൂടി വന്നാൽ 30 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ ഉള്ളവർ നല്ലപോലെ സമാധാനം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെയൊക്കെ അവരുടെ ജീവിതം എന്തായിരുന്നിരിക്കും. കാരണം നോർത്ത് വിയറ്റ്നാമിൽ നിന്നുള്ള പോരാളികൾ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ഇവിടെയുള്ള വീടുകളിൽ സ്ഥിരം റെയ്ഡ്, വെള്ളവരെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുക, ഇതുപോലെയൊക്കെയുള്ള സമാധാനമില്ലാത്ത ജീവിതം ജീവിച്ചിട്ട് ഇപ്പോഴായിരിക്കും അവർ സമാധാനമായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ എല്ലാവരും തിരിച്ചു പിടിച്ച് വർഷങ്ങൾ അധികം ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, അത്രയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചിട്ടായിരുന്നെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അവരൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും എന്നൊക്കെയായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ മുമ്പ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ബഗ്ഗി എടുത്തിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ. അപ്പോൾ രണ്ട് വണ്ടികളിലായിട്ടാണ് യാത്ര. ആദ്യത്തെ ഒരു വണ്ടി നിറഞ്ഞുകൊണ്ട് ആ വണ്ടി വിടാൻ പോവാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ഈ ഗാർഡനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത്. പല വീടുകളിലേക്കുള്ള വഴികളാണ് കേട്ടോ ഇത്. അവിടെ എല്ലാം നല്ല മനോഹരമായിട്ട് കൃഷിയിടങ്ങളും വീടുമായിട്ടുള്ള അതിലൊക്കെ നല്ലപോലെ ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏത് സമയവും സഞ്ചാരികളെ സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അവർ. 10-30 വർഷം കൊണ്ട് തന്നെ ഇവിടെ വന്നാൽ മാറ്റം. ഈ പറഞ്ഞ കഥകളിൽ നിന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോരം വ്യത്യാസമുണ്ടെന്നൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് തകർന്നു പോയ സ്ഥലങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ തകർക്കുകയും കൃഷികളൊക്കെ നശിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഉണ്ടാക്കി വന്നതാണ് ഇതെല്ലാം എന്നാണ് പറയപ്പെടുന്നത്. ഇതിലൂടെയൊക്കെ പോകുമ്പോൾ ആ ഓരോ അനുഭവങ്ങളിൽ ഓരോ മനുഷ്യർ എന്തൊക്കെയായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പ്രായമുള്ളവരെ കാണുമ്പോഴൊക്കെ എനിക്ക് അതാ തോന്നുന്നത്, അവരെന്തൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന്. ഏതായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. ഈ പോണ വഴിക്കെല്ലാം മാന്തോപ്പ്, മാംഗോസ്റ്റീൻ, ചക്ക, നമ്മുടെ വിയറ്റ്നാമിൽ പ്ലാവുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ചിലയിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോസ്റ്റീനൊന്നും പൂത്തു തുടങ്ങിയിട്ടില്ല, അതിൻ്റെ സമയമാകുന്നേ ഉള്ളൂ. ഇപ്പോൾ ലോങ്കാൻ ഫ്രൂട്ടാണ് ഇപ്പോൾ ഇവിടെ കാഴ്ചയിരിക്കുന്നത്. പിന്നെ ചക്കയുണ്ട്, പക്ഷെ ചക്ക വിളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇവർ പഴമായിട്ട് മാത്രമേ ചക്ക ഉപയോഗിക്കുന്നുള്ളൂ, പച്ചയ്ക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പച്ച ചക്ക എങ്ങും വിൽക്കാൻ കണ്ടില്ല. പ്ലാവേ നിൽക്കുന്നത് കാണാം, പച്ചയായിട്ടെങ്ങും വിൽക്കുന്നില്ല, എല്ലാം പഴമായിട്ടാണ് വിൽക്കുന്നത്. വഴിയോരത്തുള്ള നിറയെ കടകൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ വീടിന് മുമ്പിൽ തന്നെ കട കെട്ടിയാണ്. ആ ഒരു കടയ്ക്ക് പുറകിലായിട്ടൊരു വീടും കാണും. അതായത് അവർ താമസിക്കുന്നത് അതിൻ്റെ പുറകിലായിട്ടുള്ള അതിനോട് ചേർന്ന് തന്നെയാണ് വീട്. ഫ്രണ്ട് കടയുടെ ഉൾവശത്തേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ സ്വീകരണ മുറിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലാണ് ഇവിടെ മിക്കയിടത്തും വീട്. മിക്കതെന്നല്ല, ഒട്ടുമിക്കവാറും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ സ്ഥലപരിമിതി കൊണ്ടാണോ എന്തോ ഉള്ളത്, ഒരു കടയാക്കി ഒരു ഇതായിട്ടേ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, മിക്കവരുടെ വീടുകൾ അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ വളരെയധികം സ്ഥലം യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് അവരെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരിത് ഒരേ എണ്ണം ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴിയിലൊക്കെ നിറയെ മരങ്ങളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഈ കോളാമ്പി പോലത്തെ സ്ഥിരം പൂത്തിരിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടത്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. പോണ വഴിക്കെല്ലാം അതുപോലെ വരുന്നവരെ ഈ സഞ്ചാരികളെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നല്ലപോലെ ഒരുക്കി വെച്ചിരിക്കുന്ന കടകളൊക്കെയാണ് കേട്ടോ. എല്ലാം കൂടുതലും ഫുഡ് ഷോപ്പാണ് ഇവിടെ കാണുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കൂടുതലും കടകളുടേത്. അപ്പം ഇത് ഹണിയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഹണിയുടെ ഹണി ഇതൊക്കെ വിൽക്കാൻ കിട്ടും. പിന്നെ ബനാന ചിപ്സ്, ഡ്രൈഡ് ബനാന ചിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിറയെ കുപ്പികളിലൊക്കെ ഹണിയാണ് കാണുന്നത്. പല ടേസ്റ്റിനുള്ള ഹണി, ലെമൺ ഹണി ടീ ഉണ്ടെന്നും പറഞ്ഞാണ് എനിക്ക് വിളിച്ചാൽ നോക്കാം. ചെറിയൊരു കപ്പിൽ ഇവിടെ ലെമൺ ഹണി ടീ, അതായത് ഹണിയും ലെമണും ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഓറഞ്ചില്ലേ, ചെറിയ ഓറഞ്ചും നമ്മുടെ മീഡിയം സൈസ് ഓറഞ്ചും തീരെ ചെറിയ ഓറഞ്ചും ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു തൈ. കണ്ടാൽ ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് ഓറഞ്ചിൻ്റെയാണ്. അതിൻ്റെ പുളി നാരങ്ങയുടെ ആണെങ്കിലും ടേസ്റ്റ് ഓറഞ്ചിൻ്റെ ഉള്ളൊരു നാരങ്ങ ഉണ്ടല്ലോ, അതിൽ നീരിൽ ഹണിയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഹണി ലെമൺ ടീ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ തരുന്നത്. അതെല്ലാം ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ചെറു ചൂട് വെള്ളത്തിലാണ് കലക്കി തരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഹണിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ അതിനകത്തേക്ക് ഒരു വാക്സ് ചേർക്കുന്നുണ്ട്, ഹണി വാക്സ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇവിടെയുള്ള ഈ ഹണി ബീയുടെ കൂടിനകത്തും
ഇവിടുത്തെ നമ്മൾ പറയല്ലോ കൂട്ടിലെ റാണി തേനീച്ചയുടെ ഭക്ഷണമാണത്രേ ഇത്. കൂട്ടിലെ തേനീച്ചകളുടെ റാണിയാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, ലൈഫ് സ്പാൻ ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ആ വാക്സാണ് ഇത്ര ആ റാണി തേനീച്ചയുടെ ഭക്ഷണം. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് മറ്റു തേനീച്ചകളെക്കാളുമൊക്കെ. അത് ആ വാക്സും അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൂടാതെ അത് ബ്യൂട്ടി ഇതായിട്ടും സ്ത്രീകൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം അതും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ആ ഡെൽറ്റയുടെ ആ പറ്റ തന്നെയാണ്, അതായത് നമ്മുടെ റിവറിൻ്റെ പറ്റ തന്നെയാണ് ഈ കടയുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബോട്ടുകളുടെ ഒരു ബോട്ട് കിറ്റിയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ തരുന്ന ടീയും ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്, ബാഗ്, ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ വാങ്ങാം നമുക്ക്. ആദ്യം അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഹണിയും ബാഗ്സും പിന്നെ ബനാന ചിപ്സും ഒക്കെ തരും. പിന്നീട് അതിൻ്റെ കുപ്പിയിലുള്ള ഹണിയും വാക്സും എല്ലാം കൊണ്ടുവന്ന് ബനാന ചിപ്സിൻ്റെ കവറൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ റേറ്റും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഈ കെട്ടിടമാണ് പിന്നെ എന്നെ ആകർഷിച്ചത്. ഓല കൊണ്ടാണ് കേട്ടോ ഇത് മേഞ്ഞിരിക്കുന്നത്. മുളയല്ല, മരത്തിൻ്റെ കാലുകൾ വെച്ചിട്ട് അതിൽ ഓല മേഞ്ഞിട്ടാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. തറയിൽ നമ്മുടെ ടൈലുണ്ടല്ലോ, തറ ഇങ്ങനെ ചുമന്ന ടൈലുകളാണ് പാകിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ബനാന ചിപ്സ് ഒരെണ്ണം വാങ്ങി കേട്ടോ, ഡ്രൈഡ് ബനാന ചിപ്സ്. അപ്പം അടുത്തടുത്തേക്ക് പോവുകയാണ്. പോണ വഴിക്ക് ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ഇതുണ്ടോ, പ്ലാവാണ് അവിടെ നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓറഞ്ചും കാണുന്നു. ഇവിടെ എല്ലാം ഇടകലർത്തിയാണ് നടുന്നത്. ഒരു പ്രത്യേക ഇത് മാത്രമല്ല, മാവ് കാണും, അതിൻ്റെ ഒപ്പം പ്ലാവ് കാണും, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഓറഞ്ചും കാണും. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും സീസണൽ ഫ്രൂട്ട്സും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് എനിക്ക് തോന്നുന്നത്. ബനാന ചിപ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന വാഴപ്പഴത്തിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് മുഴുവൻ കടകളും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കടയുടെ ഉള്ളിൽ കൂടെയാണ് അടുത്തടുത്തേക്ക് പോകുന്നത്. ഇവിടെ എന്തോ വർക്കുകൾ നടക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കച്ചവടമൊന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് ഇതിനകത്തു കൂടിയാണ്. ഇപ്പം ഈ വഴി നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു 10-30 വർഷത്തിനകത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം വലിയ വലിപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമൊക്കെ, അല്ലെങ്കിൽ ഇവിടെ റിപ്പബ്ലിക് വിയറ്റ്നാമായിട്ട് ഒന്നായതിന് ശേഷം തുടങ്ങിയ കൃഷികളൊക്കെ ആയിരിക്കും ഇത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വേമ്പനാട്ട് കായൽ പോലെ എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ആ റിവറിൽ നിന്നുള്ള കൈവരികളാണ് ഈ കാണുന്നത്. അതിലെല്ലാം നിറച്ച് കുളവാഴയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അല്ലെങ്കിൽ പച്ച കളറിൽ പായൽ പോലെ ഇങ്ങനെ കുളവാഴ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കത്തില്ല നമ്മുടെ വേമ്പനാട്ട് കായൽ. അതുപോലെ ഇവിടെയും ഉണ്ട്. ആ റിവറിലും കണ്ടിരുന്നു. ഇവിടെ എന്താ ഒരു സൈഡ് നിറയെ കുളവാഴയാണ് ഇതിനകത്ത് മുഴുവൻ കാണുന്നത്. ഏതായാലും ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. 2 സൈഡിലും ഇങ്ങനെ ചെറിയ തോട്, നടുക്കൂടെ ഒരു പാത, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓറഞ്ചും കമ്പിളി മൂസ് നാരങ്ങയൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനകത്ത് നിറയെ ആയി നിൽക്കുന്നുണ്ട്. ഓറഞ്ചും ഉണ്ടായി നിൽപ്പുണ്ട്. നമ്മുടെ സാമാന്യം വലിപ്പമുള്ള ഓറഞ്ച് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചേമ്പ് നട്ടിട്ടുണ്ട്, പപ്പായ നട്ടിട്ടുണ്ട്, എല്ലാ ഫലമൂലാദികളും ഇവിടെ നട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി ഹരിതവർണ്ണാഭം. അതിൻ്റെ ഇടയ്ക്ക് പപ്പായൊക്കെ ആയി നിൽക്കുന്നുണ്ടോ. അപ്പം എല്ലാ ഫ്രൂട്ട്സും ഇവർ ഓൾമോസ്റ്റ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക്
അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇവിടെ സീസണൽ ഫ്രൂട്ട്സാണ് കിട്ടുക. ഇവിടെ അങ്ങോട്ട് ഇതാണ് ചക്കായ നിൽക്കുന്നുണ്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന വഴി നടന്ന് ചെല്ലുന്നത് ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ള ഏരിയയിലേക്കാണ്. അവിടെ ഇതേപോലെ സീസണൽ ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് കിട്ടും. ഏത് സീസണിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അത് കഴിക്കാൻ കിട്ടും എന്നാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മളൊരു ഏതൻ തോട്ടത്തിലൂടെയൊക്കെ നടന്നു പോകുന്ന പോലെ ഉണ്ട്. അവിടെ നിറയെ ഫലമൂലാദികളാണ്. എങ്ങോട്ട് നോക്കിയാലും എന്തെങ്കിലുമൊക്കെ വാഴയോ ചേമ്പോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചീനിയും ഉണ്ട് കേട്ടോ. ഇവിടെ തൈ നിൽക്കുന്നതാണ് ലോങ്കാൻ ഫ്രൂട്ട്. ഇപ്പോൾ ഇതാണ് ഇവിടെ കൂടുതലും കായ്ച്ച് വിളവായിട്ട് നിൽക്കുന്നത്. കൂടുതലും ലോങ്കാൻ ഫ്രൂട്ട്സും മാംഗോയും നമ്മുടെ ചക്ക ഉണ്ടല്ലോ ജാക്ക് ഫ്രൂട്ടും ആണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ 3 സീസണൽ ഫ്രൂട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇവിടെ ഉള്ളത്. ഓറഞ്ചൊക്കെ 2-3 മാസം കൂടി എടുക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോങ്കാനും ഉണ്ട്, അത് മാത്രമേ ഇവിടെ കായ്ച്ച് നിൽപ്പുണ്ട്. അപ്പം അത് ചിലതൊക്കെ വിളവെടുത്തിട്ടുണ്ട്, ചിലതിനൊക്കെ ആ കായ്ച്ച് പാകമായി വരുന്നുണ്ട്. അതിവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വാഴ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ വാഴയൊന്നും ഇതുവരെ കൊലച്ച് കണ്ടില്ല. വാഴക്കൊല കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ കണ്ടില്ല. എല്ലാം ചെറിയ വാഴക്കുട്ടി വാഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ മുമ്പേ പോകുന്ന ടൂർ ഗൈഡ് ഞങ്ങൾ പുറകെ ഉണ്ട് ഇന്ത്യൻ ഫാമിലി എന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട്. നമ്മളിവിടെ തന്നെ ഉണ്ടോ, എങ്ങനെയും വഴി തെറ്റി പോയെന്ന് അറിയാനായിരിക്കും. വഴി തെറ്റാണ്ടൊന്നുമില്ല, ഇവിടെ ഒരു വഴിയേ കാണുന്നുള്ളൂ. വേറെ അങ്ങോട്ട് പോകാനാണ് തോട് ചാടുണ്ടായോ. അതിപ്പോൾ ഈ പോണ വഴിക്കൊക്കെ നിറയെ ഈ പെട്ടി പോലെയുള്ളതെല്ലാം തേനീച്ചക്കൂടുകളാണ് കേട്ടോ. അതാണ് ചുമ്മാ അല്ല ഇവിടെ ഇത്ര തേനൊക്കെ വിൽക്കുന്നത്. ഈ കോട്ടയിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഈ വിൽക്കുന്നത്. ഈ നിൽക്കുന്ന മരങ്ങളിലെ പൂക്കൾ കൊണ്ട് തന്നെ ഇത് ഇഷ്ടം പോലെ തേനിവിടെ ഉണ്ടാവും. ഈ ഭാഗത്തോട്ട് വരുമ്പോഴേക്കും നമ്മളെ വലിയൊരു തോടിൻ്റെ അരിയിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പന പോലൊരു മരം ഇവിടെ നിറയെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതിനകത്തൊരു കായ ഉണ്ടാകും കേട്ടോ. അത് എഡിബിളാണ്. അതൊന്ന് പാം ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അതിപ്പോൾ വിളഞ്ഞ പരുവത്തിന് കിട്ടുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കിട്ടും. അതെന്താണെന്ന് നോക്കാം. ഇടയ്ക്ക് വരിയായിട്ട് തെങ്ങ് നട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് ഈ കൃഷിക്കാരുടെ തന്നെ വീടുകളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഗേറ്റുകളൊക്കെ കാണുന്നുണ്ട്. വീടൊക്കെ ഒരുവിധം നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള വീടുകളാണ്. കുഞ്ഞു വീടുകളൊന്നുമല്ല, കാണാൻ നല്ല ഭംഗിയുള്ള വീടുകളാണ്. അപ്പോൾ നമ്മൾ നടന്ന് ചെന്ന് എത്തുന്നത് ഒരു റെസ്റ്റോറൻറ്റ് പോലുള്ള ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ വിയറ്റ്നാമീസ് ഫുഡ് കിട്ടുമെന്നാണ് കക്ഷി പറയുന്നത്, നമ്മുടെ ടൂർ ഗൈഡ് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് വാങ്ങി കഴിക്കാം, അല്ല ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. ഇനി ഇപ്പുറത്തൊരു തോടുണ്ട്, അതും കയറുന്നത് നമുക്ക് അപ്പുറത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ലോക്കൽ ഐറ്റംസ്, അതായത് ഇവിടുത്തുകാർ തന്നെ ഉണ്ടാക്കുന്ന ഈ ഇരിക്കുന്നതാണ് പാം ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ നേരെ കാണുന്ന ഒരു ബ്രൗൺ കളർ നിറയെ കൊല പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ. അപ്പോൾ ഇവിടെ ഈ കരിക്കിൻ്റെ വെള്ളം, അതുപോലെ ഈ പാം ഫ്രൂട്ട്, അതുപോലെ അവർ ലോക്കലായിട്ട് ഉണക്കി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം നോൺ വെജ് സാധനങ്ങളാണെന്ന് തോന്നുന്നു. അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ പാം ഫ്രൂട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങി കഴിച്ചു നോക്കാം. ഇതെന്താണ് സംഭവം എന്ന് പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ധൈര്യപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം പോലെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പുറത്തും ഇതിലൂടെ ബോട്ടിങ്ങിന് ആൾ പോകുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ബോട്ടിങ് കയറാൻ കൊതിയായി തുടങ്ങി. കാരണം സംഭവം വേമ്പനാട്ടുകാലിനടുത്താണ് ജനിച്ചതെങ്കിലും എനിക്ക് വെള്ളവും പേടിയാണ്. വെള്ളവും പേടിയാണ്. അത് രണ്ടിലും വെള്ളത്തിൽ പോകുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഇതിനകത്തൊന്ന് ബോട്ടിങ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിന് ശേഷമാണ് ബോട്ടിങ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇതിന് അപ്പുറത്ത് പോകും, ഒരു പാലം വഴി അപ്പുറത്ത് പോയതിന് ശേഷം ബോട്ടിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ഇപ്പോൾ ഈ ചെറിയ ഇവിടുത്തെ വിയറ്റ്നാമിൻ്റെ കൂമൻ തൊപ്പി, പിന്നെ ഇവിടെ തന്നെ അവരുടെ കരകൗശല വിദ്യ പോലെ നിർമ്മിച്ച ബാഗ്, ഇതൊക്കെയാണുള്ളത്. അപ്പം നമ്മൾ തോട് കടന്ന് ഇപ്പുറത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ മുന്തിരി ഇങ്ങനെ പടർത്തിയിരിക്കുന്നു. എല്ലാത്തരം ഫ്രൂട്ട്സ് കൂടെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിറയെ മുന്തിരി അവിടെ ഇങ്ങനെ തളർത്ത് പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ആരംപുളി എന്ന് പറയുന്ന കാരബോള സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ ഇത് മാംഗോസ്റ്റീൻ്റെ മരം നിൽപ്പുണ്ട്.
അത് മാംഗോസ്റ്റിനാന്ന് പറഞ്ഞു തന്നത് ഗൈഡാണ് കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര പിടികിട്ടില്ല അത് മാംഗോസ്റ്റിൻ എന്ത് പറയാമെന്ന് വെച്ചാൽ മാംഗോസ്റ്റിനാന്ന് പറഞ്ഞു. ഇവിടെയും കരിക്കും പാമ്പും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്ലോക്ക് സോങ് നാടൻ പാട്ടൊക്കെ ആസ്വദിക്കാം. കേട്ടു നോക്കും. ഇവിടുത്തെ ഇതെന്താന്ന് വെച്ചാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കരിക്കും വെള്ളം, പിന്നെ ഇവിടെയുള്ള സീസണൽ ഫ്രൂട്ട്സ് പാകമായ എന്താണോ എല്ലാവർക്കും ഇത് തരും. ഞങ്ങൾക്ക് കിട്ടിയത് മാംഗോ, പൈനാപ്പിൾ, ലോങ്കാൻ, പിന്നെ കരിക്കിളക്കി ഇട്ട് കരിക്കും വെള്ളം ഇട്ട് എന്തോ ഒരു ഗ്ലാസ്സിൽ തണുത്ത കരിക്കും വെള്ളം ഇതൊക്കെയാണ് തന്നത്. ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴം, നമ്മളെ ലാത്തി അമ്പഴം എന്ന് പറയുന്ന തരം അമ്പഴമാണ്. ഇത് ഇവിടെ ചടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അത് മുറിച്ച് നിന്നിട്ട് അതിങ്ങനെ പൊട്ടിക്കിളിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗംഭീരമായിട്ടും ഇവിടെ ഉണ്ട്, അധികം പോകെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഗ്ലാസ് അതുപോലെ മരത്തിൻ്റെ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ പലതരം തുണിത്തരങ്ങൾ വെച്ചിട്ടുണ്ട്. തുണിത്തരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വിയറ്റ്നാമീസ് ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരത്തിൽ തൊട്ടൊരു ചവിട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ സ്റ്റൈലൊന്ന് നോക്കുമായിരുന്നു. ഇവിടെയുള്ള സ്റ്റൈലിലാണത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ജെൻസിൻ്റെ ഡ്രസ്സാണ്, പക്ഷെ നമ്മുടെ സൈസ് ഒത്തു വരത്തില്ല. ഇതാ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഒരു കുപ്പിയിൽ എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കണം. ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ചന്തം വിട്ടത്. നല്ല വിടർത്തിയ മൂർഖം പാമ്പിനെയാണ് അവർ ഇതിനകത്തെടുത്ത് അടച്ചു വെച്ചിരിക്കുന്നത്. ഇതാ നോക്കിക്കോളൂ, നല്ല വ്യക്തമായിട്ട് ഈ ഭാഗത്ത് കാണാം. കണ്ടോ, മൂർഖം പാമ്പിനെ വിരിച്ച് അതോടെ അതിനെ കുപ്പിയിലാക്കി എന്തൊക്കെയോ മരുന്ന് കഴിച്ച് എന്തോ മഞ്ഞ കളറിലുള്ള വെള്ളം. ഇതെന്തോ സംഭവം? ഞാൻ ആദ്യം ഇങ്ങനെ അന്തിച്ച് നോക്കുന്നുണ്ട്, ജീവനുള്ളതാണോ, ഇതിന് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ, അത് സ്പിരിറ്റിലിട്ട് വെച്ചിരിക്കുകയാണോ, എന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനാകെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അപ്പുറത്ത് ഇച്ചിരി അങ്ങോട്ട് മാറി വേറെ കുറേ പേര് കൂടിയിരിക്കുന്നിടത്ത് കുറേ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാമെന്ന് വെച്ച് അങ്ങോട്ട് നീങ്ങുവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരുതരം വൈനാണ്. അതിൻ്റെ വീര്യം കൂട്ടാൻ വേണ്ടിയാണ് നല്ല വിഷമുള്ള ഐറ്റങ്ങൾ അതിനകത്ത് കുത്തിയിറച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിച്ചപ്പോൾ വൈനാണെന്ന് പറയുന്നത് ചിലരതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് തന്നെ വല്ലാണ്ടാവും. പിന്നെ ഐറ്റം എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. ഞാനിപ്പോൾ വല്ലാണ്ട് ത്രില്ലഡാണ്. സംഭവം പേടിയുണ്ടെങ്കിലും ഇതുവഴി പോയാൽ നല്ല രസമായിരിക്കും. കാരണം ഈ ചെടി പാമ്പിൻ്റെ ഇലകളുടെ ഇടയിൽ കൂടെ ഒരു വൈബാണ്. അതിലൂടെ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പതിയെ വഞ്ചി കയറി ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ വെയിലൊന്നും ഇല്ലാതെ നമ്മളാ പാമ്പ് ചെടികളുടെ ഇടയിലുള്ള ഇലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള ഒഴുകുന്ന ആ റിവറിൻ്റെ തോടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ട് നേരെ പാരലായിട്ട് തന്നെയാണ് ഈ റിവർ ഉള്ളത്. അതിൻ്റെ പാരലായിട്ടാണ് ഈ ഭാഗമുള്ളത്. റിവറിൻ്റെ തന്നെ ഭാഗമാണിത്. അതിലൂടെയാണ് നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുന്നത്. നമ്മൾ ഈ കായലിലൂടെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ കായലിലേക്ക് ഇറങ്ങാനുള്ള പടികളും ആ വീട്ടുകാർക്ക് ഇറങ്ങാനുള്ള വള്ളവും ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ തോടിൻ്റെ വക്കിൽ കൂടെ പോകുമ്പോഴും എനിക്ക് തോന്നുന്നത്. ഓരോ വീടുകളിലേക്ക് പോകാനുള്ള പടവുകൾ കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അതിന് മുമ്പിലൊക്കെ ചിലയിടത്ത്
വള്ളങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വള്ളത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവർ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാരണം ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെ ഉണ്ട്. ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിൽക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ഉള്ളവർ ഈ രണ്ട് സൈഡിലും തുഴച്ചിൽക്കാർ നിന്നാണ്. ഇപ്പോൾ ഇതെല്ലാം സഞ്ചാരികൾക്കുള്ള വള്ളമാണ്. കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഈ നമ്മൾ ഈ പോയി ആ ഭാഗം കാണുന്നിടത്ത് അടുത്ത ആളുകൾ കയറിപ്പോകുന്നത് കണ്ടോ, അവിടെ ചെന്ന് വള്ളം നിർത്തും, നമ്മൾ അതുവഴി കയറി അപ്പുറത്തിറങ്ങണം. അതാണ് അടുത്ത ഭാഗത്ത് അടുത്ത ഒരു ഐലൻഡാണിത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, അതിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ഈ ചെന്ന് ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ. നേരെ അവിടെ ഇത് കയറി ഇറങ്ങുന്നത് ഈ ഷോപ്പിൻ്റെ മുമ്പിലേക്കാണ് ചെല്ലുന്നത്. കാരണം വെള്ളം എനിക്ക് പേടിയായതുകൊണ്ടാണ് അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാഞ്ഞത്. അവിടെ നല്ല വഴുക്കലും ഉണ്ട് കയറുമ്പോഴേക്കും. അപ്പോൾ സൂക്ഷ്മമായിട്ട് കയറാമെന്ന് വെച്ചിട്ടാണ് അത് ഒഴിവാക്കിയത്. ഇപ്പോൾ കീ ചെയിനൊക്കെയാണ് ഇവിടെ കൂടുതലും വയ്ക്കുന്ന, ബെൽറ്റ്, ബാഗ്, പിന്നെ കുറേ ചെടികളും വിൽക്കാൻ വെച്ചതാണോ അവർ ഭംഗിക്ക് വെച്ചാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം ഇങ്ങനെ ചെണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ലോങ്കാൻ ഫ്രൂട്ട് ഉണ്ട്. ഞാൻ 1 കിലോ വാങ്ങിച്ചിട്ടാണ്. ലോങ്കാൻ ഫ്രൂട്ട് 1 കിലോയ്ക്ക് ഇവിടെ 40,000 VND ആണ്, വിയറ്റ്നാമീസ് ഡോ. ഇതാണ് ഈ ലോങ്കാൻ, ബ്രൗൺ കളറുള്ള ബോൾ പോലുള്ള ഒരു ഇതാണ്, കൊലയായിട്ട് നിൽക്കും. ഞാനത് വാങ്ങിച്ചു. അതിൻ്റെ ബ്രൗൺ കളറുള്ള തൊലിയെല്ലാം നീക്കുമ്പോൾ ഉള്ളിൽ നല്ല നല്ല സ്വീറ്റുള്ള ഒരു ബോൾ പോലത്തെ ഒരു ഫ്രൂട്ടാണിത്. ഞാൻ ആദ്യമായിട്ടുള്ള ലോങ്കാൻ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 40,000 VND എന്ന് പറയുമ്പോൾ നമ്മൾ 140 രൂപ വരും 1 കിലോയ്ക്ക്. വലിയ നഷ്ടമൊന്നുമില്ല, കാരണം റെയറായിട്ട് കിട്ടുന്ന ഫ്രൂട്ടല്ലേ. റെയറെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇത് ഒരുപാട് നട്ടു വളർത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഇത് തൈയൊക്കെ ഇവിടെ കിട്ടും, നമ്മുടെ നാട്ടിൽ ഇതും പിടിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന സംഘാംഗങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ചെതറി നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ ഭാഗത്ത് എന്താ സംഭവം എന്നുള്ളത് ശ്രദ്ധിച്ചത്. ഞാൻ ലോങ്കാൻ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് പോയതായിരുന്നു. ലോങ്കാൻ വാങ്ങിച്ചിട്ട് വരാമെന്നും പറഞ്ഞു. അത് പിന്നീട് കിട്ടിയില്ലെങ്കിലോ, കാരണം പേരൊന്നും അത് കണ്ടില്ല. അതുപോയി വാങ്ങിച്ചിട്ട് വന്ന് അതും ആസ്വദിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഇപ്പുറത്തെ ഭാഗത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ കരുതി കുറേ ഇവരെന്തോരം വെട്ടുന്നതെന്നൊന്ന് നോക്കിയപ്പോൾ ആണ് കോക്കനട്ട് ക്യാൻഡിയാണിത്. കോക്കനട്ട് ക്യാൻഡി, അതായത് നമ്മുടെ തേങ്ങാപ്പാലെടുത്ത് ഇത് പഞ്ചാര പനിയും കൂടെ ചേർത്ത് ഇതാണ്ട് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് അത് ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇളക്കാൻ മാത്രം ഒരു മെഷീനുണ്ട്. ആ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഇങ്ങനെ പരത്തി അത് മുറിച്ചെടുക്കുന്നതാണ് ഈ കോക്കനട്ട് ക്യാൻഡി. അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ ഒരിക്കൽ നമ്മൾ ഈ തേങ്ങ ബിസ്ക്കറ്റൊക്കെ കഴിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷെ ഞാനധികം വാങ്ങിച്ചില്ല. മധുരം എനിക്കത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിക്കാനൊന്നും പോയില്ല. അവിടെ തന്നെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നടക്കുന്നത് കേട്ടോ. കുറേ പെണ്ണുങ്ങളിരുന്ന് അത് മുറിക്കുന്നുണ്ട്. അത് മുറിച്ചതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് കവറിലൊട്ടിച്ച് ഇവിടെ തന്നെയാണ് അതിൻ്റെ ഇതെല്ലാം നിർമ്മാണങ്ങൾ നടക്കുന്നത്. നമുക്ക് വേണേൽ ഫ്രഷായിട്ട് അവിടെ നിന്ന് വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സാമ്പിൾ കഴിച്ചിട്ട് പോവാം. അതിനവർക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ അവർ അത് ഓരോന്ന് മുറിച്ച് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് നിരത്തിയിട്ടേക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതിങ്ങനെ ഒരെണ്ണം വെച്ചെടുത്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. വേറെ എന്തൊക്കെയോ അവിടെ ചിലർ വാങ്ങുന്നുണ്ട്. എനിക്ക് നോൺ വെജ് ഏതാണ് വെജ് ഏതാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം നോക്കാൻ പോയില്ല. എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നതെല്ലാം നോൺ വെജ് കലർന്നാണോ എന്ന് അറിയില്ലാത്തതുകൊണ്ടും മിക്കതും വിയറ്റ്നാമീസ് ഭാഷകളാണ് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടും എല്ലാം ഒന്നും നോക്കിയതല്ലാതെ ഒന്നും വാങ്ങാനൊന്നും ശ്രമിച്ചില്ല. മിക്കവരും പലതുമൊക്കെ കോക്കനട്ടിൻ്റെ പലതരം ലഡ്ഡു പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പേടിയായതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും വയറിന് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഇതിൻ്റെ കോക്കനട്ട് ക്യാൻഡി മാത്രം ഒരു ടേസ്റ്റ് ചെയ്യാൻ തന്നത് കഴിച്ചു. അത് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു നല്ല സാമാന്യം വലിയൊരു കടയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ വൈൻ, നമ്മുടെ പാമ്പ് വൈൻ. അതുകൊണ്ട് നല്ല പത്തി കിടത്തിയ നല്ല ജഗജില്ലാളികളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചുറ്റി പരത്തി അതിൻ്റെ കൂടെ വേറെന്തോ വേരുകളൊക്കെ ഇട്ട് പല പേരിൽ പല വിധത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഡ്രിങ്കാണ് സംഭവം. ഇത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അവർ പറഞ്ഞതും എനിക്ക് തിരിഞ്ഞില്ല. എന്തോ വൈനാന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. സംഭവം ഇവിടെയോ ഉണ്ടോ എന്തോ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് വേരൊക്കെ. അതെന്തോ ഭംഗിക്ക് വെച്ചേക്കുവാന്ന് തോന്നുന്നു. വിൽക്കാനാണ് മക്കി എല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഒരുപാട് ബോഗാൻ തൈകൾ ഇഷ്ടം
ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇവിടെ നിന്നൊക്കെ തന്നെയാണ് അവർ ലോങ്ങാൻ്റെ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതുവഴി അടുത്ത ബോട്ടിൽ കയറി അടുത്തടുത്തേക്ക് പോവുകയാണ്. അപ്പം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയിലും ഒക്കെ ഒതുക്കി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് അടുത്തൊരു ഐലൻഡിലേക്കാണ്. അവിടെ ഇഷ്ടംപോലെ കോക്കനട്ടിൻ്റെ ട്രീ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി കാണാം. നമ്മുടെ ഇത് അടുത്ത ബോട്ടിലേക്ക് കയറി, ഒരു ബോട്ടിലൂടെയാണ് അടുത്ത ബോട്ടിലേക്ക് കയറുന്നത്. കാരണം ഓരിങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്നതുകൊണ്ട് പതിയെ പിടിച്ചവിടെ നിന്നു അടുത്തതിലേക്ക് കയറുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ സൈഡിൽ കൂടെയൊക്കെയാണ് കയറുന്നതെങ്കിൽ ഇതൊരു ഫ്രണ്ടിൽ കൂടെയാണ് കയറുന്നത്. മുൻവശത്തൂടെ ചവിട്ടിയെങ്കിൽ കയറുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിങ് ഒക്കെ കയറി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അടുത്ത ഐലൻഡിലെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ 4 ഐലൻഡുകളാണ് മെയിനായിട്ടുള്ളത്. അതിലൊരു 2 ഐലൻഡാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഉണ്ടല്ലോ 3 എണ്ണത്തോളം കണ്ടു. 3 ഐലൻഡുകളിലായിട്ടാണ് നമ്മൾ ആ കയറി ഇറങ്ങിയത്. 4ാമത്തെ ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ആ ഐലൻഡിൽ ഈ നിറയെ തെങ്ങ് കൃഷിയുണ്ട്. അതുകൂടാതെ മാംഗോസ്റ്റീൻ അതുപോലെയുള്ള കൃഷികളുണ്ട്. പിന്നെ നല്ല സുന്ദരമായൊരു സ്ഥലത്താണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, വേമ്പനാട്ട് കായൽ പോലെ ഇല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്ന് നമ്മുടെ എന്തായാലും പച്ചപ്പായൽ, നേരത്തെ ഞാനൊരു പേര് പറഞ്ഞിരുന്നല്ലോ, ആ പായൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ബോട്ടിലിങ്ങനെ പോവുകയാണ്. നമ്മൾ സാധാ വേമ്പനാട്ട് കായലിൽ ഇതൊക്കെ നടത്തുന്ന ഒരു ബോട്ടിങ് പോലെ തന്നെ തോന്നുന്നുണ്ട്. എന്നാൽ കലങ്ങി മറിഞ്ഞ് കിടക്കുന്ന ഒരു നദിയാണെന്നുള്ളത് ഉള്ളു വ്യത്യാസം. അതായത് ഞാൻ പറഞ്ഞല്ലോ, നല്ല നീളത്തിൽ 5 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണിത്. അതുപോലെ തന്നെ ഇതുവഴി ട്രാൻസ്പോർട്ട് മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഇതും സാധനങ്ങളുമായിട്ടൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത് ആ നമ്മുടെ ആ ഐലൻഡിലേക്ക് അടുത്തപ്പോഴേക്കും വേറൊരു ബോട്ടിൽ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ ആ വീഡിയോയുടെ നേർക്ക് തിരിഞ്ഞായി പിന്നെ അവരുടെ ഡാൻസേ. പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ തേങ്ങയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെക്കേഷന് വന്ന കുട്ടികളാണ്. കാണാൻ കുറച്ച് പേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് പ്ലാറ്റ്ഫോമൊക്കെ കിട്ടിയപ്പോൾ പിള്ളേരങ്ങ് തകർക്കുമായിരുന്നു. അവർ നല്ല വെക്കേഷൻ മൂഡിലാണ്. നമ്മുടെ മൂഡ് അതുകൊണ്ട് നല്ല ഒന്ന് പ്ലസൻ്റായി. ഒന്ന് വിശന്ന് ഒന്ന് ക്ഷീണിച്ച് തളർന്ന് വന്നതായിരുന്നു. അപ്പോഴാണ് ഈ ഡാൻസൊക്കെ കേട്ടത്. അപ്പോഴേക്കും നമ്മളൊന്ന് ഉഷാറായി. കാരണം പിള്ളേർ നല്ല തിമിർപ്പിലാണ്. അവർ ആ വെക്കേഷൻ നല്ലപോലെ ആസ്വദിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ മോശമാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ നല്ല എനർജറ്റിക്കായിട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന ഒരു തെങ്ങിൻ തോപ്പിൻ്റെ നടുക്കൂടെയാണ്. അപ്പോൾ ഇത് തെങ്ങ് കഴിയുമ്പോൾ അടുത്ത മാംഗോസ്റ്റീനാണ് തുടങ്ങുന്നത്. ഈ പോണ വഴിക്കെല്ലാം നിറയെ ഇങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടി. ഇതിൽ ചെടികൾ കുറവാണ്, കാരണം തെങ്ങിൻ തോപ്പായതുകൊണ്ടായിരിക്കും. അപ്പോൾ തെങ്ങുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ കണ്ടു തുടങ്ങുന്നത് മാംഗോസ്റ്റീനാണ്.
പക്ഷെ മാംഗോസ്റ്റീൻ കായ്ക്കുന്ന സമയത്ത് വന്നിരുന്ന ഇവിടെ കിലോ കണക്കിന് കിട്ടിയേനെ. അത്രയ്ക്ക് മാംഗോസ്റ്റീൻ്റെ മരം ഉണ്ട് ഇവിടെ. ഇതൊന്ന് നോക്കിയേ, ഇടത് വശത്ത് കാണുന്നതാണ് മാംഗോസ്റ്റീൻ്റെ മരം. രണ്ട് ഭാഗത്തും ഉണ്ട്, ഇടതും വലത്തുമല്ല. ഇടയ്ക്ക് തെങ്ങും മാംഗോസ്റ്റീനുമായിട്ടാണ് ഇവിടെ ഇലകലത്ത് നട്ടു വെച്ചിരിക്കുന്നത്. ഇവിടെ വശത്തായിട്ടൊരു ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ ഫുഡ് ഏത് തരം ഫുഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജ് ഫുഡാണോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെജിറ്റേറിയൻ. അതുമല്ല ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്താണ് ഭക്ഷണം ലഭിക്കുകയെന്ന് അറിയില്ല. കാരണം നമ്മളവിടെ റൂമിൽ കിച്ചണായിട്ടുള്ളതുകൊണ്ട് അവിടുന്ന് അരി വാങ്ങി ചോറ് വെച്ചിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് ഫുഡ് കിട്ടുക എന്നുള്ളൊരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് കിട്ടുവാണെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഇത് കഴിക്കാം എന്നുള്ള മട്ടിലാണ് വന്നത്. കാരണം ഇവിടെ കൂടുതൽ നോൺ വെജിൻ്റെ ഇതുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് 3 പേർക്കും ബുദ്ധിമുട്ടാണ്. അത് മറ്റുള്ളവർക്ക് ഇതായിട്ട് തോന്നരുതല്ലോ. കാരണം നമ്മൾക്കത് ബുദ്ധിമുട്ടാണെന്നാണ് മറ്റുള്ളവർക്കും വിഷമമാവണ്ടല്ലോ എന്ന് കരുതിയാണ്. എങ്ങനെയാണ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും ആ ലഞ്ച് കഴിക്കുന്ന ഭാഗത്തേക്ക് പോവാണ്. എന്താണ് സംഭവം നോക്കാമല്ലോ. നേരത്തെ കണ്ട പോലെ ചെറിയ ബോട്ടിലാണ് പോയെങ്കിൽ ഇപ്പം ഇച്ചിരി വലിയ ബോട്ടിലാണ് യാത്ര. നമ്മുടെ ഇത് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് സൈഡിലൂടെ ബോട്ടിൽ കയറി ബോട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട റിവറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. ഇവിടെ വലിയ ബോട്ടിലാണ് യാത്ര എന്നുള്ളത്. സൈഡുകളിലൊക്കെ വീടുകൾ കാണാം. ഇതിനോട് ചേർത്ത് നമ്മൾ കായൽ പറ്റിയ വീടുകൾ വെക്കുന്നില്ലേ, അതുപോലെ വീടുകൾ കാണാം. ഇടയ്ക്കോട്ടുള്ള ചെറിയ പാലങ്ങൾ കാണാം. ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് പോകുന്ന പാലങ്ങൾ കാണാം. അതൊക്കെ കണ്ടുകൊണ്ട് നല്ലൊരു കാഴ്ച ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം എങ്ങോട്ട് പോകുമ്പോഴാണ് വൈബ്. അയ്യോ എന്താ ലുക്ക്, അടിപൊളി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇലകളിങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ജലാശയത്തിലോട്ടുള്ള ബോട്ട് യാത്ര അടിപൊളിയാണ്. ഇത് മോട്ടോർ ബോട്ടാണ് കേട്ടോ. ഈ നമ്മൾ ഷിക്കാര ബോട്ട് പോലത്തെ ഒരു ഷേപ്പുണ്ട് സംഭവത്തിന്. ഷിക്കാര ഷേപ്പുള്ള ഒരു ബോട്ടിലാണ് ഇപ്പോഴത്തെ യാത്ര. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാനിരിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖല തന്നെയാണെന്ന് പറയാം. പറഞ്ഞാലും തീരുവല്ലാത്ത കാഴ്ചകളുണ്ട്. നമ്മൾ നേരെ വരുമ്പോൾ തന്നെ സൈഡിലും ഇടത്തുമൊക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ലോങ്കാൻ ഫ്രൂട്ട്. ഫ്രണ്ടിൽ കാണുന്നതിന് ലോങ്കാൻ ഫ്രൂട്ടാണ്. ഒരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കുളത്തിലേക്ക് ശ്രദ്ധിച്ചത്. ഇവിടെ ഉള്ളവർ എന്തെങ്കിലും അവിടെ തന്നെ ഒരു ബക്കറ്റിൽ മീനുള്ള തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇട്ടെല്ലാം കൂടെ വോയും വിളിച്ച് തോന്നി നിൽക്കുന്നു. അത് കോടാൻ എന്ത് ചെയ്താന്ന് നോക്കി. എത്ര മീനാണെന്നറിയാമോ? 1, 2 ഒന്നുമല്ല. അത് എന്തെങ്കിലും ഫുഡ് ഇങ്ങനെ ഇറങ്ങി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ വായും വിളിച്ച് എന്ന് പറയുമ്പോൾ നിൽക്കുന്നു. മുഷി എന്ന് പറയുന്ന മീനാണെന്ന് ഇത്.
അപ്പോൾ മുഷി എന്ന് പറയുന്ന മീനാണിത്. അതിങ്ങനെ വായും പൊളിച്ച് വരുന്ന കാഴ്ച കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അവിടെ പിന്നെ ഫുഡ് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കും. അപ്പോൾ അതിങ്ങനെ വായും പൊളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പല കളറുകളുണ്ട് കണ്ടോ, പല കളറിലുള്ള മീനുകൾ അതിൻ്റെ ഇടയ്ക്ക് കാണാം. ഇത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് എന്താ സംഭവം, മേളിൽ ഷീറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയപ്പോഴാണ് അതിശയൻ. കുറേ അതിശയന്മാർ അതിനകത്ത് കിടക്കുന്നു. പാമ്പാണോ ചേരയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ. എന്തായാലും രണ്ട് മൂന്നാലെണ്ണം ഉണ്ട്. എന്താണ് ഐറ്റം എന്ന് മനസ്സിലാവുന്നില്ല. സ്നേക്ക് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വിഷമുള്ള തരമാണോ അല്ലാത്ത തരമാണോ എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടെ പാമ്പ് വളർത്തണമെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവിടെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ചിലപ്പോൾ കുപ്പിയിലടിക്കാനായിരിക്കും, അവരുടെ വൈനുണ്ടാക്കാൻ അതിനെ വളർത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് ഇവിടെ സഞ്ചാരികളെ കാണിക്കാൻ വേണ്ടി വളർത്തുന്നതായിരിക്കാം. എന്തായാലും സംഭവം 4-5 അതിനകത്തുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ടാങ്ക്, അതിനകത്ത് നിറയെ തവളകൾ, പലതരത്തിലുള്ള പല വലുപ്പത്തിലുള്ള തവള കുട്ടന്മാർ. എന്തിനാണ് ഇതിനെയും വളർത്തുന്നതിന്? ഫുഡിനാണോ? ഇവർ തവള ഇറച്ചിയൊക്കെ കഴിക്കുന്നവരാണ്, അതിനാണോ അതെന്താണ് ഇതിന് തീറ്റ കൊടുക്കാനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയും നിറയെ ടാങ്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കുളം കാണുന്നുണ്ട്. ഇവിടെ ഈ ടാങ്കിലാണെങ്കിൽ നിറയെ മീനുകളാണ്. ഇതിനകത്തും അവിടെ കണ്ട പോലത്തെ തരം മീനുകളുണ്ട്. ഇതിനകത്തും മീനുകളാണ്. അതിനി ഇവർ കറിക്ക് ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാ ഇവിടെ എല്ലാം നിരന്ന് കിടക്കുന്ന കുട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. നല്ല സൺബാത്ത് ചെയ്യണവർ. അവരാണ് ചീങ്കണ്ണികൾ, മുതലകൾ, വായും പൊളിച്ച് കിടക്കുക തടിയന്മാർ. ഇവരെ ഇനി ചിലപ്പോൾ തോലിരിക്കാനോ മുതലിറച്ചിക്കോ പോലെ വളർത്തുന്നതായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും ഇവിടെ തീറ്റയിട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അതായത് പൈസ കൊടുത്താൽ ഇവരെ ഇതിനകത്ത് എന്തോ ഒരു ഇങ്ങനെ ഇതിൽ കൊളുത്തിയ തീറ്റ തരും. അതിട്ട് കൊടുക്കും. ഇവന്മാർ വായും വിളിച്ച് വരും. അത് തിന്നുന്ന കാണാം. അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ ചൂണ്ട പോലുള്ള ഇതിൽ തീറ്റയൊക്കെ കൊണ്ടുവരുന്നത് നിൽപ്പുണ്ട്. അവന് പൈസ കൊടുത്താൽ അവൻ ഓരോ ചൂണ്ട കയ്യിൽ തരും, അതിന് തീറ്റിക്കാം. അപ്പോൾ പിന്നെ ഇവരുടെ ബുദ്ധി കൊള്ളാം, അതിനുള്ള തീറ്റ അങ്ങനെ നടന്നോളും. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ഫുഡ് വേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കണമെന്നൊന്നും അറിയില്ല. എന്തോ വേണ്ട, ആളുകൾ പൈസ കൊടുക്കുമ്പോൾ അവന്മാർ വായും വിളിച്ച് അത് തിന്നാനായിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച കാണാനും കുറേ ആൾക്കാർ, കൂട്ടത്തിൽ ഞാനും. എങ്ങനെയുണ്ട് മുതലക്കുട്ടന്മാർ? ഇതുപോലെ മുതലക്കളെ കണ്ടിട്ടുള്ളത് തായ്ലൻഡിലെ ഫാമിലാണ്, മുതല ഫാമിലാണ് കണ്ടിട്ടുള്ളത്. അവിടെ മുതല ഷോയൊക്കെ ഉണ്ട്. ഇവിടെ അതിനൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഈ മുതല ഇറച്ചിക്കായിരിക്കും ചിലപ്പോൾ വളർത്തുന്നത്. ഇവിടെ മുതലത്തോല് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ട്, ചിലപ്പോൾ അതിനായിരിക്കും. ചുറ്റും ഒരുപാട് ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. അതായത് മാവ്, ലോങ്കാൻ, അതുപോലുള്ള മരങ്ങളാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അതാ നിൽക്കുന്നതാണ് ലോങ്കാൻ മരം. നിറയെ കായ്ച്ച ഇപ്പുണ്ട്. ബ്രൗൺ കളറിൽ ഉരുണ്ട കായ്കളുണ്ടോ, പിന്നെ കൊല പോലെ. അതാണ് ലോങ്കാൻ ഫ്രൂട്ട്. ആ ഫ്രൂട്ടാണ് നേരത്തെ ഞാൻ വാങ്ങിയത്. കിലോയ്ക്ക് 120 പൈസ. അതാണ് എൻ്റെ കവറിലിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടെ നിന്നാണ് ഈ സാധനം വിൽക്കാൻ അങ്ങോട്ട് വരുന്നതെന്ന്. ഇവർ തന്നെ ഇത് പിച്ച് വിൽക്കുകയാണ്. കൂടാതെ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് ഉണ്ടല്ലോ, നമ്മുടെ കടച്ചക്ക, ചീമച്ചക്ക എന്ന് പറയുന്നത്, അതും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഇവരെന്താണ് ഇത് വെച്ച് ചെയ്യണതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഇതുവരെ അതിൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടില്ല. അതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് അവരുണ്ടാക്കുന്നത്? ഫ്രൈ ചെയ്ത് നമ്മൾ അതുപോലെ കറിക്കുണ്ടാക്കുവാണോ, സൂപ്പിലിടുവാണോ, എന്താണ് സംഭവം എന്നൊരു പിടുത്തവുമില്ല. ഇവിടെ ഉണ്ട് ഒരു 5-8 ഇതുപോലുള്ള കെട്ടിടങ്ങളുണ്ട്. അതിലെല്ലാം നിറയെ ഫുഡ് കഴിക്കാൻ ആളുമുണ്ട്. പല നാട്ടിൽ നിന്നുള്ളവർ, പല ദേശക്കാർ, പല ഭാഷക്കാർ നിരന്നിങ്ങനെ ഉണ്ട്. പല ടേബിളുകളിലും മുമ്പിലായിട്ട് വിയറ്റ്നാമീസ് സ്റ്റൈൽ ഫുഡ് അവർ കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വീഗാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ ഫുഡ് വേണോ നോൺ വെജിറ്റേറിയൻ ഫുഡ് വേണോ എന്ന് അവർ നമ്മളോട് എന്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നു എന്ന് അവർ ആദ്യം ചോദിക്കും.
വെജിറ്റേറിയൻ ഫുഡാണെന്ന് പറയുകയാണെങ്കിൽ അവർ നമുക്കതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തോ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കുള്ള റിസർവ് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇതുപോലെ 5-8 കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. അതിലെല്ലാം നിറയെ ഫുൾ ആളുകളും ഉണ്ട്. ഇത്രയും പേര് ഈ ഐലൻഡിലേക്ക് വരുന്നുണ്ട് ഒരു ദിവസം എന്നുള്ളതാണ് രസം. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ടേബിളിൽ നോക്കുമ്പോൾ ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പ്, പിന്നെ ഫിഷ്, റൈസ്, അതായത് പ്ലെയിൻ റൈസ്, പ്ലെയിൻ നൂഡിൽസ്, പിന്നെ പലതരം ഈ പല ടേബിളിലും പല ഫുഡാണ് വെച്ചിരിക്കുന്നത്. കാരണം മീറ്റ് പ്രിഫർ ചെയ്യുന്നവർ, ഫിഷ് പ്രിഫർ ചെയ്യുന്നവർ, അങ്ങനെ ചിക്കൻ അതുപോലെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും ഇതുമാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കൊണ്ടുവന്നിരുന്നുകൊണ്ട് അതാണ് കഴിച്ചത്. ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല, നമ്മുടെ ടേസ്റ്റിന് പറ്റത്തില്ലെന്ന് തോന്നിയുകൊണ്ട് ആ ഫുഡ് കഴിച്ചു. ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ. അത് കഴിച്ച് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വന്നു. തിരിച്ച് ബോട്ടിൽ കയറി നമ്മൾ തിരിച്ചു പോകുന്ന വന്ന് കയറിയ വഴിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. പോലെ തന്നെ വലിയ ബോട്ടിൽ കയറി തിരിച്ച് പോവുകയാണ്. തിരിച്ച് നമ്മൾ കയറിയ അതേ ബോട്ട് സ്റ്റേഷനും ഉണ്ടല്ലോ രാവിലെ കയറി, അവിടെ തന്നെ നിന്ന് നമ്മളെ തിരിച്ചിറക്കും. അവിടെ നിന്ന് നമ്മൾ പിന്നെ ബസ്സിൽ കയറി തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോവുകയാണ്. ആ പോണ വഴിക്ക് ഒരു ക്ഷേത്രം കാണാൻ ഇറങ്ങിയത്, ഇവിടുത്തെ ബുദ്ധ ക്ഷേത്രം. ഇവിടെ വലിയ പഗോഡയുണ്ട്. ക്ഷേത്രം, ഒരു വലിയ ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമയുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നിറയെ ചെടികളൊക്കെ നട്ടുപിടിച്ച് നമ്മൾ ഇതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ, അതായത് ചെറിയ ചെറിയ ഗോപുരങ്ങൾ, വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ്, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ലാഫിംഗ് ബുദ്ധയുടെ വലിയൊരു പ്രതിമ, പിന്നെ പഗോഡ, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും പോയിട്ട് വരാം. തിരിച്ച് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരണം. ആ തിരിച്ച് മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മീറ്റിംഗ് പോയിൻ്റ്. ഇവിടേക്ക് തിരിച്ച് വരണം. സമയം 1 മണിക്കൂറിൽ നിന്ന് ഗൈഡ് നമ്മൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോളാൻ പറയും. അപ്പം നമുക്കിവിടെയൊക്കെ തെൻ്റെ ഇടന്ന് 1 മണിക്കൂർ സമയമുണ്ട്. ഒരു 45 മിനിറ്റെങ്കിലും കഴിയുമ്പോൾ തിരിച്ച് വരാം എന്നും പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇവിടെ നേരെ മുമ്പിൽ ക്ഷേത്രമാണ്. അതിപ്പോൾ അടച്ചിരിക്കുകയാണ്, അതിൻ്റെ ടൈമല്ല. എങ്കിലും നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ കൂടെ വന്ന ഒരു ചൈനീസ് ഫാമിലിയാണിത്. അപ്പം നമ്മൾ ഈ പല വഴികളുണ്ട്, ഏത് വഴി എവിടെയെങ്കിലും പോകാം. അപ്പം എനിക്കാണെങ്കിൽ ഞാനിത് ശ്രദ്ധിക്കുന്നു, ഇവിടെ നമ്മുടെ ചെത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് നട്ട് വെച്ച് അതിങ്ങനെ വെട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയായിട്ട് വെച്ചേക്കണതാണ്. എന്ത് ഭംഗിയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെത്തി. ഞാൻ നട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പൂക്കാറില്ല. എന്തെങ്കിലും പണി നടത്തിയിട്ടാണ് അവർ പൂക്കുന്നത്. അതായത് എന്തെങ്കിലും മരുന്നൊക്കെ തയ്ച്ച് കൊടുത്തിട്ടായിരിക്കും ഇതുപോലെ പൂക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും. ഈ ചെത്തി മൊത്തം നിൽക്കുന്നത് ഒരു താമരക്കുളത്തിൻ്റെ ചുറ്റുമായിട്ടാണ്. അവിടെ ഇങ്ങനെ പടി കെട്ടി സംരക്ഷിച്ച ഒരു താമരക്കുളമുണ്ട്. താമരക്കുളത്തിലാണ് നിറയെ താമരപ്പൂക്കളുണ്ട്. അത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഭംഗി, നല്ല കാഴ്ചകളും, അടിപൊളി. ആ നേരെ കാണുന്നതാണ് ലാഫിംഗ് ബുദ്ധയും, അതിൻ്റെ അപ്പുറം കാണുന്നതാണ് പഗോഡയും. പഗോഡയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോപുരം. ഒരു ചൈനീസ് അല്ല, ഇത് ചൈനീസ് അല്ല, ഇത് വിയറ്റ്നാമീസ് സ്റ്റൈലിലാണെന്ന് തോന്നുന്നു. ഇവിടെ വിയറ്റ്നാമും ബുദ്ധിസ്റ്റ് കൺട്രിയാണല്ലോ, അപ്പോൾ അവരാരാധിക്കുന്നത് ബുദ്ധനെയാണ്. അപ്പോൾ ലാഫിംഗ് ബുദ്ധയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. കാണുമ്പോൾ അറിയാം എന്ത് വലുപ്പമാണെന്ന് നോക്കി. ഒരു മനുഷ്യനൊന്നും അതിൻ്റെ മുമ്പിലൊന്നുമില്ല. അതിൻ്റെ പുറകിലായിട്ടൊരു പഗോഡയുണ്ട്. ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ സംഭവം നല്ല വലുപ്പമാണ് കേട്ടോ. പിന്നെ പലതരം ബുദ്ധരൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുറ്റുമായിട്ട് തളം പോലെ കെട്ടി അതിലൊക്കെ നിറയെ ചെടികൾ നട്ട് നല്ല മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. ആ കോംപ്ലക്സിൻ്റെ ആ ചുറ്റുവട്ടം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്.
പിന്നെ ഞാനവിടെ ഐലൻഡിൻ്റെ അവിടെ നിന്ന് ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് ഒരു തൊപ്പി വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല വിയറ്റ്നാം എന്നെഴുതിയ തൊപ്പി. അതാകുമ്പോൾ ഒരു സുവനീറും ആയല്ലോ. അപ്പോൾ ആ വിയറ്റ്നാം എന്നെഴുതിയ തൊപ്പി വയ്ക്കുമ്പോൾ നമുക്ക് വെയിലും കൊള്ളത്തില്ല, നല്ല ചൂട് ദേഹത്തടിക്കാത്ത രീതിയിലുള്ള തൊപ്പി അവിടുത്തെ. അതുപോലെ നല്ല എയർ സർക്കുലേഷനും ഉണ്ട് അതിനകത്ത്, ചൂടെടുക്കത്തില്ല തല. അപ്പോൾ ഇവിടെ തയ്ക്കുന്നത് ചെടികൾ ഇങ്ങനെ ബോൺസായി പോലെ നട്ടു വെച്ചിരിക്കുക കേട്ടോ, വലിയ വലിയ ചെടിച്ചട്ടിയിൽ. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ അവിടെ നേരെ കാണുന്നത് സ്ലീപ്പിംഗ് ബുദ്ധയാണ്. സ്ലീപ്പിംഗ് ബുദ്ധ ഇവരുടെ ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇവിടെ നമ്മുടെ പലതരം ദേവിമാരെന്ന് പറയുന്നത് ഇവിടെ ബുദ്ധനെ തന്നെ പല രൂപത്തിലാണ് അവർ ആരാധിക്കുന്നത്. ലാഫിംഗ് ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധ, ഇങ്ങനെയൊക്കെ. അതിനതുപോലെ സ്ലീപ്പിംഗ് ബുദ്ധയുടെ വലിയൊരു പ്രതിമയാണ് ആ മുന്നിൽ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്നത് പഗോഡ. പഗോഡ എന്ന് പറഞ്ഞാൽ ചൈനീസ് സ്റ്റൈലിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ വിയറ്റ്നാമിലായതുകൊണ്ട് വിയറ്റ്നാമീസ് സ്റ്റൈലും കൂടെ അതിനകത്ത് കാണുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരം എല്ലാം നല്ല വെജിറ്റേറിയൻസ് ഇതായിരിക്കും. അതായത് ക്ഷേത്രത്തിൽ ഒരിക്കലും മാംസാഹാരം അവർ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കോംപ്ലക്സും മൊത്തം പച്ചക്കറികൾ നട്ടു വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ, വെണ്ട, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ്, ചീരകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ചീരകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അവർ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവിടെ എല്ലാം വെജിറ്റബിൾസ് നട്ടു വെച്ചിരിക്കുന്നത്. ഇതേപോലെ ചെറിയ പാത്രങ്ങളിൽ വരെ താമര വെട്ട് പിടിപ്പിക്കാമെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനി വീട്ടിൽ പോയിട്ട് അത് പരീക്ഷിച്ച് നോക്കണം. ഇതുപോലെ താമര വിത്ത് വാങ്ങി ഇതേപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ നട്ടാലും താമര വിളിയും, കുളത്തിലും വിരിയും, ഇതേപോലെ ചെറിയ പാത്രത്തിലും വിരിയും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി വീട്ടിൽ പോയിട്ട് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ട് താമര ഇതുപോലെ ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടിട്ടും മതിയാകുന്നില്ല, പോകാൻ തോന്നുന്നില്ല ഇവിടെ നിന്ന്. ഇത് പലതരം താമരകൾ, പല കളറുണ്ട്. ഇവർക്ക് താമര എല്ലായിടവും ഉണ്ട്. ഇഷ്ടം പോലെ താമര നട്ടുപിടിപ്പിക്കും. എല്ലാ അമ്പലങ്ങളുടെ ചുറ്റിലും കാണാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. തിരിച്ചിനി ഇവിടെ ബസ് കയറി ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങി. അതാണ് ഇനിയുള്ളത്. ഇപ്പോൾ ഏകദേശം 5:30 മണിയായി. 6 മണിക്കുള്ളിൽ നമുക്ക് തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിലെത്താൻ കഴിയും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മെക്കോൺ ഡെൽറ്റയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.